നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ തെളിവിൽ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. വടനപ്പള്ളി ശ്രീ ഗണേശമംഗലം ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഭക്തി നിർഭരമായി. വാർത്തകൾ വിശദമായി. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى نفعت الذكرى سيذكر من يخشى الله أكبر. പുണ്യമാസമായ റമദാനിൽ നേടിയ ആത്മീയ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. കൊപ്രക്കളം ജാമിയ ബുസ്താനുൽ ഉലൂം മൈതാനത്ത് നടന്ന ഈദ്ഗാഹിന് മുഹമ്മദ് ബിലാൽ സലഫി നേതൃത്വം നൽകി. അന്നപാനീയങ്ങളും ഭക്ഷണങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് രാവുകളിൽ അല്ലാഹുവിന് മുന്നിൽ സുജൂദിലായി നാം ചെലവഴിച്ച ധന്യമായ ആ നിമിഷങ്ങൾ നമ്മിൽ നിന്നും കടന്നു പോയിരിക്കുകയാണ്. പരിശുദ്ധ റമദാനിന്റെ നിയമം പറഞ്ഞെടുത്ത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അല്ലാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. കാളമുറി മസ്ജിദു സഫയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ജഅഫർ സഖാഫി അൽ അസ്ഹരി നേതൃത്വം നൽകി. اللهم صل وسلم على سيدنا محمد أفضل أولاد الخليل الهادي إلى أوضح السبيل الداعي إلى خير مقيل. കളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് MI അബ്ദുൽ ജലീൽ മൗലവി നേതൃത്വം നൽകി. ചന്ദ്രാപ്പന്നി CV സെന്റർ നൂറുൽ ഹുദ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് റാഷിദ് റഹ്മാനി നേതൃത്വം നൽകി. ചന്ദ്രാപ്പന്നി സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടന്ന ഈദ്ഗാഹിന് ആൻഫാൽ സലഫി നേതൃത്വം നൽകി. നരകമോചനം ലഭിച്ചതിന്റെ, നമ്മുടെ തെറ്റുകൾ പുറത്തതിന്റെ അത്തരത്തിലുള്ള ഒരു സന്തോഷമാണ് ഈ ഒരു സന്തോഷം. പെരുന്നാൾ ദിവസത്തിന്റെ സന്തോഷം. നമ്മുടെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളഞ്ഞു ഈ റമദാനിന്റെ സുദിനത്തിലെ. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വലപ്പാട് പുത്തൻപള്ളിയിൽ പെരുന്നാൾ നിസ്കാരം നടന്നു. രാവിലെ 7:30 നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മഹൽ ഖതീബ് റഫീഖ് ഗാസിമി നേതൃത്വം നൽകി. إياك نعبد وإياك نستعين الله أكبر الله أكبر الله أكبر. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതി നൂറുകണക്കിന് മഹല്ല നിവാസികൾ പള്ളിയിൽ ഒത്തുകൂടി. മഹല്ല പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നിസ്കാരത്തിനായുള്ള വിപുലമായ സൗകര്യങ്ങളാണ് പള്ളിയിൽ ഒരുക്കിയിരുന്നത്. ചടങ്ങിൽ മഹല്ല പ്രസിഡന്റ് സുലൈമാൻ ഹാജി, സെക്രട്ടറി PA നസീർ, ട്രഷറർ ഷഹീൻ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ്, കമ്മിറ്റി അംഗങ്ങളായ ഷാജഹാൻ, അയ്യൂബ്, ഷെരീഫ് പാണ്ടികശാല, ഷംസുദ്ദീൻ, മുഹമ്മദ് ഹനീഫ, അബു താലിഫ്, മുഹമ്മദ് അലി, നിഷാദ് എന്നിവർ പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി. നിസ്കാരത്തിന് ശേഷം പരസ്പരം ഈദാശംസകൾ കൈമാറിയും സ്നേഹം പങ്കുവച്ചുമാണ് വിശ്വാസികൾ മടങ്ങിയത്. ആത്മീയതയുടെ നിലവിൽ ലോകമെമ്പാടും ഈദുൽ ഫിത്തർ ആശംസിക്കുന്ന, ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന ഈ വേളയിൽ
എൻ്റെയും മഹല്ല് വലപ്പാട് പുത്തമ്പള്ളി മഹല്ല് കമ്മിറ്റിയുടെയും 1000 ഈദാശംസകൾ. വലപ്പാട് ചാലുകുളം ജുമാ മസ്ജിദ് പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് അബൂബക്കർ മദനി ഉസ്താദ് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് RI ഫൈസൽ, സെക്രട്ടറി അബ്ദുൽ മുത്തലിബ്, അൻവർ, മുനീർ, മറ്റു കമ്മിറ്റി അംഗങ്ങൾ, മഹല്ല് നിവാസികൾ എന്നിവർ പങ്കെടുത്തു. പരസ്പരം പെരുന്നാൾ ആശംസകൾ കൈമാറി. തുടർന്ന് പള്ളിയിൽ മധുര വിതരണവും നടന്നു. വിശ്വാസികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നീണ്ട ഒരു മാസക്കാലത്തോളം വ്രതവിശുദ്ധിയിലൂടെ വിശ്വാസികൾ നേടിയെടുത്ത ആത്മീയമായ പരിശുദ്ധിയും ആത്മീയമായ ശുദ്ധീകരണത്തിൻ്റെയും സന്തോഷ മുഹൂർത്ത ദിവസമായ ചെറിയ പെരുന്നാൾ സുദിനത്തിലാണ്, ആഘോഷ തിമർപ്പിലാണ് വിശ്വാസികളെല്ലാം. പ്രിയപ്പെട്ട വിശ്വാസികളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ആഘോഷങ്ങളും സന്തോഷങ്ങളുമെല്ലാം ഇസ്ലാമിക വൃത്തത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രം ആഘോഷിക്കാനും സന്തോഷിക്കാനും ഇന്നത്തെ ഈ പുണ്യനാൾ ഉപയോഗപ്പെടുത്തുക. മഹല്ലിലെയും മറ്റുമുള്ള എല്ലാ വിശ്വാസികൾക്കും, എല്ലാ ജാതിമത ഭേദമന്യേ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ന് എൻ്റെയും മഹല്ലിൻ്റെയും പേരിലുള്ള എല്ലാവിധ ചെറിയ പെരുന്നാൾ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചൂലൂർ ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നു. പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ദാരിമി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് CA അബ്ദുൾ മനാഫ് പെരുന്നാൾ ആശംസകൾ നേർന്നു. الله أكبر الله أكبر. إخواننا الكرام تسليما فإن الواحد منا لا يدري فمن أفطر في رمضان. തൃപ്പയാർ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TSGA സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. തൃപ്പയാർ ഇസ്ലാമിക് സെന്റർ ജുമാ മസ്ജിദ് ഖത്തീബ് KK ഷാജഹാൻ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഈദ്ഗാഹിന് ബഷീർ സെൻ, റഹീം നാട്ടിക, അബ്ദുൾ വാഹിദ്, ഷിയാദ് മജീദ്, റഷീദ് വലപ്പാട്, സജീവ് അൻസാരി, അസ്ലം താന്യം എന്നിവർ നേതൃത്വം നൽകി. മനുഷ്യന്റെ മനസ്സിൽ ശരിയായ സ്വാധീനം ചെലുത്തണമെന്നാണ്. അതുകൊണ്ട് മനുഷ്യ മനസ്സിൽ സന്തോഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സന്തോഷം മനുഷ്യനെ ക്രിയാത്മകമാക്കുന്നു. സന്തോഷം മനുഷ്യന് ഊർജം നൽകുന്നു. സന്തോഷം മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നു. പകരം നിരാശയോ പരാജയത്തിലേക്ക് നയിക്കുന്നു, പിന്നോട്ടടിക്കുന്നു, നമ്മളെ നാശത്തിൽ കൊണ്ട് ചാടിക്കുന്നു, നമ്മുടെ ജീവിതം കൊണ്ട് തുലക്കുന്നു എന്നതാണ് നിരാശയുടെ ഫലം. അപ്പൊ ഇന്ന് എന്തിനാണ് മുൻതൂക്കം? നമ്മുടെ മുഖത്ത് സന്തോഷമില്ല, നമ്മുടെ ഹൃദയത്തിൽ സന്തോഷത്തിന് പ്രാധാന്യം ഉണ്ടാവും. നമ്മളെ കാണുമ്പോഴും നമ്മൾ പെരുമാറുമ്പോഴും നമ്മളുടെ ഇടപാടുകളിലെല്ലാം ഇന്ന് എന്തിനാണ് മുൻതൂക്കം ഉണ്ടാകുന്നത്? സന്തോഷത്തിന്, ആഹ്ലാദത്തിന്, ആഘോഷത്തിന് മുൻതൂക്കമുള്ള ദിവസമാണ്. മരണവീട് പോലെ ആകരുത് ഇന്ന് ഈ സമൂഹം. പകരം ആഹ്ലാദത്തിന്റെ അലയൊലികൾ അടിച്ചു വീശുന്ന ഒരു കാറ്റ് പോലെ ആയിത്തീരേണ്ട ദിവസമാണിത്. LDF നാട്ടിക വെസ്റ്റ് കമ്മിറ്റി പ്രവർത്തക യോഗം നടന്നു. നാട്ടിക ബീച്ച് സർവീസ് സഹകരണ ബാങ്ക് ബീച്ച് ഹാളിൽ വെച്ച് CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. CS മണി അധ്യക്ഷനായി. PK ഷാജൻ, AS ദിനകരൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി KP സന്ദീപ്, ഷീല വിജയകുമാർ, UK ഗോപാലൻ, CR മുരളീധരൻ, KB ഹംസ, MR ദിനേശൻ, PV രാധാകൃഷ്ണൻ, AK തിലകൻ എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്നൊരു സർക്കാരാണ്. ധൈര്യപൂർവം കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് നാട്ടിക ഗ്രാമത്തിലും തൊട്ടടുത്ത പ്രദേശത്തെല്ലാം ഇടതുപക്ഷ ജനാധിപത്യം മുന്നിറക്കിയ പ്രകടന പത്രികയിലെ 94% കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും
അത് കേരള ജനത അംഗീകരിക്കുകയും അതെല്ലാം വളരെ വിസ്മയത്തോടു കൂടി തന്നെ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് കേരളത്തിലെ വികസന പ്രവർത്തന രംഗത്തും അതേപോലെ തന്നെ ക്ഷേമ രംഗത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത പ്രവർത്തനം. കോതകുളം വട്ടപ്പരത്തി ശ്രീ ഷൺമുഖ ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, അഭിഷേകം എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ഹരിലാൽ ശാന്തിയുടെയും മേൽശാന്തി ഷജിൽ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ കർമ്മം നടന്നു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണു ഭാരതീയ സ്വാമികൾ മുഖ്യാതിഥിയായി. തുടർന്ന് ശ്രീഭൂതബലി, തിരുവാതിരക്കളി എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ ഷൈൻ മുറിയപുരയ്ക്കൽ, അമ്പിളി പട്ടാലി, ഉണ്ണികളത്തിൽ ശ്രീജിൽ, സജീവൻ, പ്രമീള രാമചന്ദ്രൻ, താര മുകുന്ദൻ, നീന അനിൽകുമാർ, ജൂബി വേണു, ജ്യോതി, യതീന്ദ്രൻ, നവീൻ എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് 25-നാണ് ക്ഷേത്ര മഹോത്സവം. രാവിലെ വിശേഷാൽ പൂജകൾ, കാഴ്ച ശീവേലി, രാവിലെ 11 മണി മുതൽ 2 മണി വരെ ക്ഷേത്രത്തിൽ കാവടിയാട്ടം, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, വർണ്ണമഴ, രാത്രി ഭസ്മക്കാവടി എന്നിവ നടക്കും. കോതകുളം വട്ടപ്പരത്തി ഷൺമുഖ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തെക്കേ ശാഖയുടെ കൊടിയേറ്റ കർമ്മം നടന്നു. ശാഖ ഓഫീസിന് മുൻപിൽ ശാഖാ പ്രസിഡന്റ് അഭിമന്യു വാലിപ്പറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രസാദ് പുളിക്കൽ, സെക്രട്ടറി ജ്യോതിഷ് പനക്കൽ, ജോയിന്റ് സെക്രട്ടറി ലവൻ നെടിയിരിപ്പിൽ, ട്രഷറർ മനോജ് പനക്കൽ എന്നിവർ പങ്കെടുത്തു. ഉത്സവം മാർച്ച് 25-ാം തീയതിയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് തെക്കേ ശാഖയുടെ കൊടിയേറ്റ അമ്പലത്തിൽ 7-7:30 കൊടിയേറ്റം നടന്നു. കരയാമുട്ട മഹലിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു. നിരവധി വർഷങ്ങളായി നോമ്പ് 29-ന് കരയാമുട്ട മഹലിൽ സൗഹൃദ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ച് വരാറുണ്ട്. പാലക്കാട് CI അനിൽകുമാർ, SI എബിൻ, ASI സൈഫുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ ടി പ്രേമൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ്, വാർഡ് മെമ്പർമാരായ ജിതിൻ റാം, കണ്ണൻ പള്ളിത്തറ, വാഴപ്പള്ളി ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ശശി വാഴപ്പള്ളി, മഹല്ല് പ്രസിഡന്റ് PM കുഞ്ഞുമൊയ്തീൻ, സെക്രട്ടറി ഷംനാസ് ഷെരീഫ്, ഭാരവാഹികളായ KA ഷെഫീൽ, MM ഷംസുദ്ദീൻ, PM മുഹമ്മദ്, PU റഹീം, VA നവാസ്, PA ഫൈസൽ, മഹല്ല് ഖത്തീബ് മുഹമ്മദ് റാഫി ഫൈസി, സയ്യിദ് തഖിയുദ്ദീൻ യമാനി, റഫീഖ് ലത്വീഫി, ആഷിഖ് മഹ്മൂദി, അബ്ദുള്ള അൻവരി എന്നിവർ പങ്കെടുത്തു. കരയാമുട്ടം SSF SYS യൂണിറ്റ് നേതൃത്വം നൽകി. നേടിയെടുത്ത ആത്മീയ വിശുദ്ധി അല്ലാഹുവേ മരണം വരെ നിലനിർത്താൻ തൗഫീഖ് തരണേ അല്ലാഹ്.
പാവങ്ങൾക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി ഈ നാട്ടുകാർ ചെയ്യുന്ന മുഴുവൻ സേവനങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മുഴുവൻ സേവനങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാ, 3 പതിറ്റാണ്ടായി 29ാമത്തെ നോമ്പ് തുറക്കട്ടെ. ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ മഹല്ല് കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. കയ്പമംഗലത്ത് നോമ്പുതുറയോടെ സ്ഥാനാർത്ഥിയുടെ ഗൃഹപ്രവേശം. കയ്പമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK വത്സരാജ് നോമ്പുതുറ നടത്തിയാണ് മണ്ഡലത്തിലെ താമസക്കാരനായത്. ശ്രീനാരായണപുരം പള്ളിനടയിൽ വാടകക്കെടുത്ത വീട്ടിലേക്ക് കുടുംബസമേതം താമസം മാറിയ KK വത്സരാജ് ഗൃഹപ്രവേശത്തോടൊപ്പം അതിഥികൾക്ക് നോമ്പുതുറയും ഒരുക്കിയായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, CPI കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AD സുദർശനൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, ജ്യോതി പ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ കയ്പമംഗലം മണ്ഡലത്തിൻ്റെ LDF സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുകയും ധാരാളം വോട്ടർമാരെയും ബഹുജനങ്ങളെയും കാണാൻ ഇടവരുകയും ചെയ്തു. വളരെ ആവേശകരമായ ഒരു അനുഭവമാണ് കയ്പമംഗലം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് നിലനിൽക്കുന്നത്. കാണുന്ന ആളുകൾ മുഴുവൻ LDFൻ്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ആവേശകരമായ പിന്തുണ നൽകുന്ന സമീപനമാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവരാഹി ദേവി ക്ഷേത്രത്തിൽ ആണ്ടുവിഴ മഹോത്സവം ആചാരപരമായ പ്രൗഢിയോടെ ആചരിച്ചു. വിശേഷൽ പൂജകൾക്ക് ശേഷം ദീപാരാധനയെ തുടർന്ന് താല മേള വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ദേവിയുടെ ഊരുവലത്ത് ആരംഭിച്ചു. കീഴ്ക്കാവിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗുരുതി പന്തലിലേക്ക് ദേവിയെ എഴുന്നള്ളിച്ചായിരുന്നു ദേശഗുരുതി. ഗുരുതിക്ക് ശേഷം അടച്ച നട 7 രാവുകൾക്ക് ശേഷം 23-ന് തിങ്കളാഴ്ച വൈകിട്ട് തുറക്കും. കീഴ്ക്കാവിലെ ദേശഗുരുതിക്ക് കാരൂർ ശ്രീധനക്കാവ് വെളിച്ചപ്പാട് ശ്രീവത്സനും ക്ഷേത്രത്തിലെ വിശേഷൽ പൂജകൾക്ക് ക്ഷേത്ര മേൽശാന്തി വിഷ്ണു കൂട്ടാലയും കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭാരവാഹികളായ പ്രവീൺ ഭണ്ഡാരത്തിൽ, സിനീഷ് തണ്ടാശ്ശേരി, സുബിൻ കാരാമാക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇടവേള. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വിലക്കുറവ് നാടറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ.
Contact 9048 999866 9656 559866. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. ദളിത് ലീഗ് തൃശൂർ ജില്ലാ ട്രഷറർ കുഞ്ഞുമോൻ വാടാനപ്പള്ളിയും കുടുംബവും രാജിവെച്ചു. 33 വർഷം മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച കുഞ്ഞുമോനും കുടുംബവും ലീഗിൽ നിന്നും രാജിവെച്ച് CPM-ൽ ചേർന്നു. പാർട്ടി ഓഫീസിൽ നടത്തിയ സ്വീകരണ ചടങ്ങിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വിശ്വംഭരൻ മാഷ്, KC പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, വാടാനപ്പള്ളി LC സെക്രട്ടറി ഷാജുദ്ദീൻ, ബ്ലോക്ക് മെമ്പർ ഷൈന മുഹമ്മദ്, അരവശ്ശേരി മുഹമ്മദ്, അനിൽ, CM നിസാർ, KD സതീഷ്, ഫാരിസ്, ഷൈജ ഉദയകുമാർ, അസീബ, പ്രമീള, സുധ, മുൻ മെമ്പർ സുലൈഖ ജമാൽ, ഹംസ, ബദറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു.
LDF തൃത്തല്ലൂർ മേഖലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം MA ഹാരിസ് ബാബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CB സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. VR മനോജ്, KA വിശ്വംഭരൻ, സുരേഷ് മഠത്തിൽ, ശാന്തി ബാസി, അനിൽകുമാർ, VR ഷിജിത്ത്, MP ഭാസ്കരൻ, ഹേമലത പ്രതാപൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VG വിനോദൻ, ഗിരീഷ് മാത്തുക്കാട്ടിൽ, PB നിലേഷ്, PR സുഷിൽ, AA യൂസഫ്, MB ബിജു, ഓമന മധുസൂദനൻ, KV സുദർശനൻ, ദാസൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ വസന്തമണി എന്നിവർ നേതൃത്വം നൽകി. ഭാരവാഹികളായി രക്ഷാധികാരികൾ ഇബ്രാഹിം പടുവിങ്ങൽ, ഹേമലത പ്രതാപൻ, ചെയർമാൻ CB സുനിൽകുമാർ, കൺവീനർ സുരേഷ് മഠത്തിൽ, ട്രഷറർ ശാന്തി ബാസി എന്നിവരെ തെരഞ്ഞെടുത്തു. 34 ലക്ഷം ഉള്ളൊടുക്കുന്നതാണ് 63,37,000 ആക്കിയത്. ആ പെൻഷൻ നിങ്ങൾ നിർത്തില്ല. നിർത്തുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഈ കേരളത്തിനകത്ത് പെൻഷൻ വേണ്ട, ഇതൊരു പറ്റിക്കൽ പ്രസ്ഥാനമാണ്, ഇത് നിർത്തലാക്കണം എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു. ഞങ്ങൾക്ക് കേരള ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ പെൻഷൻ നിർത്തില്ല. കേരളത്തിലെ ജനതയുടെ അടുത്ത് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി പറഞ്ഞതാണ്, ഔദ്യോഗികമായി പറഞ്ഞതാണ്. ഞങ്ങളുടെ ആഗ്രഹം 3000 രൂപ ആക്കാനാണ്. 2500 രൂപയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചതെങ്കിലും 3000 രൂപ ആക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ കേരളത്തിലെ കോൺഗ്രസും BJP എല്ലാം ചേർന്നുകൊണ്ട് ഈ കേരളക്കരയിലേക്ക് ലഭ്യമാകേണ്ട വിഹിതമുണ്ടല്ലോ വ്യത്യസ്തമായ. നാം സാരി മേടിക്കുമ്പോൾ, നാം പലവ്യഞ്ജനങ്ങൾ മേടിക്കുമ്പോൾ, നാം ബേക്കറി കടയിൽ പോയി അവിടെ നിന്നെല്ലാം സാധനങ്ങളെല്ലാം മേടിക്കുമ്പോൾ നാം അറിയാതെ ടാക്സ് കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേർന്നു. LDF മണലൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞാണി സിംല മാളിൽ നടത്തിയ കൺവെൻഷൻ മുൻ MP CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. CG മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ MR മോഹനൻ, VN സുർജിത്ത്, രാകേഷ് കണിയാമ്പറമ്പിൽ, MK സദാനന്ദൻ, PK കൃഷ്ണൻ, KV ഡേവിസ്, PK ചന്ദ്രൻ, സാജൻ മുടുവങ്ങാട്ടിൽ, TD ജോസ്, സീതാ ഗണേഷ് എന്നിവർ പങ്കെടുത്തു. വടനപ്പള്ളി ശ്രീ ഗണേശമംഗലം ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തി നിർഭരമായി. വെള്ളിയാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പ്രഭാത പൂജ, കലശാഭിഷേകം, തുടർന്ന് ഉച്ചപൂജ, ശ്രീഭൂതബലി, അമൃതഭോജനം, പ്രസാദ ഊട്ട് എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാര്യമാത്ര വിജയൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 5 മണിക്ക് 1008 അമ്മമാരുടെ ഗണേശ സഹസ്ര നാമജപവും ഉണ്ടായിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ദിവാകരൻ പഴങ്ങാപറമ്പ്, സെക്രട്ടറി ലോഹിതാക്ഷൻ ഞാറ്റുവെട്ടി, ട്രഷറർ സുനിൽകുമാർ പണിക്കെട്ടി, ഉത്സവ കമ്മിറ്റി ചെയർമാൻ PS പ്രദീപ്, കൺവീനർ CP സതീഷ്, ഫിനാൻസ് കൺവീനർ പ്രദീപ് ഭണ്ഡാരൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എക്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ 20ാം വാർഷികം നാട്ടിക ഗ്രാമപഞ്ചായത്ത് ജൂബിലി മന്ദിരം ഹാളിൽ വെച്ച് ആഘോഷിച്ചു. രാവിലെ രക്ഷാധികാരി RTO TK ഷൺമുഖൻ പതാക ഉയർത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. എക്സ് ബ്രാഞ്ച് പ്രസിഡന്റ് P വിനു അധ്യക്ഷയായി. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പഠനത്തിനായി മരണശേഷം എക്സ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും മൃതദേഹം നൽകുന്നതിനുള്ള സമ്മതപത്രം അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പ്രൊഫസർ ഡോക്ടർ ഉഷ KK ഏറ്റുവാങ്ങി.
നേത്രദാന സമ്മതപത്രം അഡ്വക്കേറ്റ് ജോയ് സ്വീകരിച്ചു. പുതിയ മെമ്പർമാരുടെ മെമ്പർഷിപ്പ് വിതരണവും നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് മാടക്കായി, തൃത്തല്ലൂർ ഹെൽത്ത് സൂപ്പർവൈസർ ടി പി ഹനീഷ് കുമാർ, റിട്ടയർഡ് സാമൂഹ്യനീതി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീദേവി കരുണാകരൻ, ട്രഷറർ പി മാധവ മേനോൻ, തൃശൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ധനഞ്ജയൻ, ജോയിന്റ് സെക്രട്ടറി പി ആർ പ്രേമലാൽ എന്നിവർ സംസാരിച്ചു. 13 പേരുടെ ബോഡി ഡൊണേഷൻ സമ്മതപത്രവും 27 പേരുടെ നേത്രദാന സമ്മതപത്രവും കൈമാറി. തൃശ്ശൂരുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരു നല്ല ബ്രാഞ്ച് ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം എനിക്ക് പറയുന്നത് തൃപ്രയാർ ബ്രാഞ്ചാണ്. ഏത് ആവശ്യത്തിനും നമുക്കറിയാം, ഇതിൻ്റെ പ്രസിഡന്റ് വരുന്നത് കളക്ടറാണ്. കളക്ടർ ഇപ്പോൾ നമ്മുടെ കളക്ടർ മാറി, പുതിയ കളക്ടർ വന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ പോകാനുള്ള സാഹചര്യത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളൂ. നമുക്കറിയാം, പണ്ട് അൽകേഷ് കുമാർ ശർമ്മ എന്ന് പറയുന്ന ഒരു കളക്ടർ ഉണ്ടായിരുന്ന കാലം. അതുപോലെ തന്നെ നമ്മുടെ ഡേവിസ് ചർമ്മലച്ചൻ, ഇതിൻ്റെ തുടക്കക്കാരൻ എന്ന് പറയാൻ പറ്റാവുന്ന അദ്ദേഹം, ഇവരുടെ രണ്ടുപേരുടെ മനസ്സിനകത്തും ഊരിത്തിരിഞ്ഞു വന്നതാണ് എക്സ് എന്ന പ്രസ്ഥാനം. ഇന്ന് 25 വർഷം പൂർത്തീകരിച്ച് 26ാമത്തെ വർഷത്തിൽ നിൽക്കുക. അപ്പോൾ 20 വർഷം മുമ്പ് തൃപ്രയാർ ബ്രാഞ്ചിൻ്റെ ആവശ്യം നിറവേറ്റിയതിൻ്റെ ഭാഗമായാണ് അത് കൈമറിഞ്ഞ്. ഇതുപോലെ തന്നെ ഇന്ന് 20 ആംബുലൻസുകളും അതുപോലെ തന്നെ ഏകദേശം 40,000-ഓളം മെമ്പർഷിപ്പുള്ള, ഒപ്പം ഏകദേശം 9 കോടി രൂപ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജനങ്ങളിൽ നിന്നും എടുത്തു കൈകാര്യം ചെയ്ത് ഏകദേശം 25 വർഷക്കാലം 20 ബ്രാഞ്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മതസൗഹാർദ്ദവും സ്നേഹവും ഒരുമയും സന്തോഷവും പങ്കുവച്ചുകൊണ്ട് നാട്ടിക ടാഗോർ കലാവേദിയുടെ നേതൃത്വത്തിൽ പുതിയങ്ങാടി ഇർഷാദ് സുബിയാൻ പള്ളിയിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. 30 വർഷമായി ടാഗോർ കലാവേദി പുതിയങ്ങാടി ഇർഷാദ് സുബിയാൻ പള്ളിയിൽ സമൂഹ നോമ്പുതുറ നടത്തി വരുന്നുണ്ട്. PM സിദ്ദീഖ്, പ്രദീപ് UK, ഷൈൻ നാട്ടിക, സജിത്ത് ഉണ്ണിമോൻ, മനീഷ് മനു, മുജീബ് പോക്കു, രവി ഗ്യാസ്, തയ്യൂബ്, അക്ബർ അലി എന്നിവർ നേതൃത്വം നൽകി. പുതിയങ്ങാടി ഇർഷാദ് സുബിയാൻ മദ്രസ പള്ളി ഇമാം ബഷീർ അഹ്സനി എന്നിവർ മുഖ്യ അതിഥിയായിരുന്നു. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ നോമ്പുതുറയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്രതശുദ്ധിയുടെ തെരവിൽ ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. വടനപ്പള്ളി ശ്രീ ഗണേശമംഗലം ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഭക്തി നിർഭരമായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.